ഇന്ന് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ മറ്റൊരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, 6th പാർട്ട്. ഇവിടെ നമ്മൾ VSEPR തിയറീനെ കുറിച്ചാണ് പറയുന്നത്. VSEPR തിയറീൻ്റെ കംപ്ലീറ്റ് ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്നാണ് ഇതിനെ പറയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കോസൽ ലൂയിസ് കൺസെപ്റ്റുകളായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിൽ ഈ ലൂയിസ് കൺസെപ്റ്റൊക്കെ ഇത്ര വലിയൊരു ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ലൂയിസ് കൺസെപ്റ്റ് വാസ് അൺഏബിൾ ടു പ്രെഡിക്റ്റ് ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒരു പ്രഡിക്ഷനും ലൂയിസ് കൺസെപ്റ്റിന് തരാൻ കഴിഞ്ഞില്ല. This theory provides a simple procedure to predict the shape of molecules. ഈ VSEPR തിയറി നമുക്ക് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് പറഞ്ഞു തരുന്നത്. It was introduced by Sidgwick and Powell in 1940. 1940 ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ സിഡ്വിക്കും പവലുമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ഇറ്റ് വാസ് ഡെവലപ്ഡ് ആൻഡ് റീഡിഫൈൻഡ് ബൈ നൈഹോം ആൻഡ് ഗില്ലസ്പി. നൈഹോമും ഗില്ലസ്പി എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു തിയറീനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് റീഡിഫൈൻ ചെയ്ത് എടുത്തു. അത് 1957 ഇങ്ങനെ ചെയ്തത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറീൻ്റെ കുറേ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. VSEPR തിയറീൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്. അത് ബോണ്ടഡ് ആവാം, നോൺ ബോണ്ടഡ് ആവാം, എറൗണ്ട് ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്നാണ് പറയുന്നത്. ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയേഴ്സ്. അത് ബോണ്ടഡ് ആവാം, നോൺ ബോണ്ടഡും ആവാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്നാണ് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്. Second postulate, the pairs of electrons in the valence shell repel one another since their electron clouds are negatively charged. ഈ ഇലക്ട്രോൺ പെയേഴ്സ് ഒന്നൊന്നിനെ റിപ്പൽ ചെയ്യും, അവർ തമ്മിൽ റിപ്പൽഷൻ നടക്കും. കാരണം ഇവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയുന്ന കാര്യമാണ്. ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യും, കാരണം അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്, ദീസ് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ടെൻഡ്സ് ടു ഓക്യുപ്പൈ സച്ച് പൊസിഷൻസ് ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് റിപ്പൽഷൻ ആൻഡ് ദസ് മാക്സിമൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കും. അതാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. ദീസ് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ടെൻഡ് ടു ഓക്യുപ്പൈ സച്ച് പൊസിഷൻ ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് റിപ്പൽഷൻ. റിപ്പൽഷൻ കുറയ്ക്കാനും അതുവഴി ഡിസ്റ്റൻസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനത്തെ പൊസിഷൻസാണ് പോയി ഓക്യുപ്പൈ ചെയ്യുക എന്നാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ഫോർത്ത് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്, ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്ഫിയർ വിത്ത് ഇലക്ട്രോൺ പെയേഴ്സ് ലോക്കലൈസിങ് ഓൺ ദ സ്ഫെറിക്കൽ സർഫേസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. ഈ വാലൻസ് ഷെല്ലിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്ഫിയറിൻ്റെ സർഫസിൻ്റെ മുകളിൽ പല ഭാഗങ്ങളിലായിട്ടാണ് ഇലക്ട്രോൺ പെയേഴ്സിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വിത്ത് ഇലക്ട്രോൺ പെയേഴ്സ് ലോക്കലൈസിങ് ഓൺ ദ സ്ഫെറിക്കൽ സർഫസ്. ഈ ഇലക്ട്രോൺ പെയേഴ്സ് ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ പല ഭാഗത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തത്. അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. അവർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ്, നമ്മൾ അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ്. എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ. ഇവിടെ VSEPR തിയറിയിൽ മൾട്ടിപ്പിൾ ബോണ്ട് എന്നൊരു കൺസെപ്റ്റേ ഇല്ല. മൾട്ടിപ്പിൾ ബോണ്ടിനെയൊക്കെ നമ്മൾ സിംഗിൾ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് 2 or 3 ഇലക്ട്രോൺ പെയേഴ്സ് ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട്
ആർ ട്രീറ്റഡ് ആസ് സിംഗിൾ സൂപ്പർ പെയർ. ആ മൾട്ടിപ്പിൾ ബോണ്ടിലെ 2 or 3 ഇലക്ട്രോൺ പെയേഴ്സിന് നമ്മൾ സിംഗിൾ സൂപ്പർ പെയർ എന്നൊരു കൺസെപ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 or more ഇലക്ട്രോൺ പെയേഴ്സ് ഓഫ് ദ മൾട്ടിപ്പിൾ ബോണ്ട് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. അതിനെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ VSEPR തിയറിയിൽ മൾട്ടിപ്പിൾ ബോണ്ട് എന്നൊരു കൺസെപ്റ്റേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് 6ാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് where 2 or more resonance structures can represent a molecule, the VSEPR model is applicable to any such structure. നമ്മൾ കഴിഞ്ഞ ദിവസം റെസനേറ്റിംഗ് റെസനൻസ് സ്ട്രക്ചർ പഠിച്ചതാണ്. ഇങ്ങനെ കുറേ റെസനൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, റെസനൻസ് ഹൈബ്രിഡിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ കാനോണിക്കൽ ഫോംസ് അല്ലെങ്കിൽ റെസനൻസ് സ്ട്രക്ചേഴ്സ് പഠിച്ചിരുന്നു. ആ റെസനൻസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ 2-3 റെസനൻസ് സ്ട്രക്ചേഴ്സ് ഒരു മോളിക്യൂളിന് പോസിബിൾ ആണെങ്കിൽ VSEPR മോഡൽ നമുക്ക് ഇതിലേത് റെസനൻസ് സ്ട്രക്ചറിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക എന്നാണ് 6th പോസ്റ്റുലേറ്റ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ. ഈ ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെ ഓർഡറാണ് ഇവിടെ പറയുന്നത്. ലോൺ പെയർ 2 ലോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ, ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 2 ലോൺ പെയേഴ്സ് തമ്മിൽ റിപ്പൾഷൻ ഏറ്റവും കൂടുതലായിരിക്കും. പിന്നെ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ, പിന്നെ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. അപ്പോൾ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ബോണ്ട് പെയർ എന്ന് പറയും. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് കിടക്കുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയുന്നത്. ഇനി VSEPR തിയറി അനുസരിച്ച് നമ്മൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോളിക്യൂൾസിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ടു പ്രെഡിക്റ്റ് ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് വി ക്യാൻ ഡിവൈഡ് ദ മോളിക്യൂൾസ് ഇൻ ടു 2 categories. അതിൽ ഫസ്റ്റ് വൺ ദ മോളിക്യൂൾ ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവ് നോ ലോൺ പെയർ. ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഇല്ലാത്ത കാറ്റഗറിയാണ്. And the second one is molecules in which central atom have 1 or more lone pairs of electron. Second categoryയിൽ സെൻട്രൽ ആറ്റത്തിൽ ഒന്നിൽ കൂടുതൽ ലോൺ പെയേഴ്സോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവ് നോ ലോൺ പെയർ. ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ആ ഡിവിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മോളിക്യൂൾസിന്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. X എന്ന് പറയുന്നത് അതിലേക്ക് ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് AX2 ആണ്. AX2 എന്ന് പറയുമ്പോൾ A ഈസ് സെൻട്രൽ ആറ്റം ആൻഡ് X ഈസ് ബോണ്ടഡ് ആറ്റം. അപ്പോൾ 2 ബോണ്ടാണ് അതിനുള്ളത്. ഇനി അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ ആറ്റം. ഈ റെഡ് കളർ ബോൾസ് എന്ന് പറയുന്നത് അതിലേക്ക് ബോണ്ടഡ് ആയിട്ടുള്ള X എന്ന് പറയുന്ന ആറ്റംസ് ആണ്. ഇത് A എന്ന് പറയുന്ന ആറ്റമാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പാണ്. ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഈ ഒരു ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. എക്സാമ്പിൾ ഈസ് കാർബൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് വൺ ഈസ് AX3. അപ്പോൾ 3 ആറ്റംസ് ആയിട്ട് ബോണ്ടഡ് ആണ്. ആൻഡ് ദ ഷേപ്പ്, ആ ജിയോമെട്രിക്ക് ഷേപ്പ് നമ്മൾ പറയുന്നത് ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് എന്നാണ്. ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ്. ഇവിടെ X എന്ന് പറയുന്നത് ഇതാണ്, ഇത് A എന്ന് പറയുന്നത് ഇതാണ് സെൻട്രൽ ആറ്റം. X എന്ന് പറയുന്നത് ഈ ഗ്രീൻ ബോൾസ് ആണ്. ആൻഡ് ദ ബോണ്ട് ആംഗിൾ, ഏത് ബോണ്ട് ആംഗിൾ നോക്കിയാലും നമുക്ക് 120 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഇതിൽ ഏത് ബോണ്ട് ആംഗിൾ നോക്കിയാലും 120 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ ഈസ് BF3. നെക്സ്റ്റ് ഈസ് AX4. AX4ൽ A സെൻട്രൽ ആറ്റം ആൻഡ് X ആറ്റംസ് അതിലേക്ക് ബോണ്ടഡ് ആയിരിക്കും. ആൻഡ് ദ ഷേപ്പ് ഈസ് ടെട്രാഹിഡ്രൽ. ആൻഡ് ഇതാണ് അതിൻ്റെ ഷേപ്പ്. ടെട്രാഹിഡ്രൽ ജിയോമെട്രി എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഈച്ച് ബോണ്ട് ആംഗിൾ ഈസ് 109 ഡിഗ്രി, 109.5 ഡിഗ്രി. ഏത് ബോണ്ട് ആംഗിൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് കാണാം. 109.5 ഡിഗ്രിയാണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ. ആൻഡ് എക്സാമ്പിൾ ഈസ് CF4, CH4 എക്സെട്ര. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് AX5. AX5ൽ A സെൻട്രൽ ആറ്റം ആണ്
പിന്നെ എക്സ് എന്ന് പറയുന്നത് അതിലേക്ക് ബോണ്ട് ഫോം ചെയ്ത 5 ആറ്റംസ് ആണ്. ആൻഡ് ദ ഷേപ്പ് ഈസ് ട്രൈഗണൽ ബൈ പിരമിഡൽ. ഇനി ഈ ഷേപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ ആറ്റം എ ആണ്. ഇതിൻ്റെ മുകളിലേക്ക് എക്സ് ഉണ്ട്, താഴത്തേക്കും എക്സ് ഉണ്ട്. ഈ രണ്ട് പൊസിഷൻസിനെ നമ്മൾ ആക്സിയൽ പൊസിഷൻ എന്ന് വിളിക്കും. ഈ രണ്ട് മുകളിലേക്കും താഴത്തേക്കും നിൽക്കുന്ന പൊസിഷനെ ആക്സിയൽ പൊസിഷൻ എന്ന് വിളിക്കും. പിന്നെ ഈ 3 എണ്ണം എന്ന് പറയുന്നത് പ്ലെയിനിലാണ്. ആ പ്ലെയിനിലായിരിക്കും ഈ 3 ബോണ്ടും ഉണ്ടായിരിക്കുക. അതിനെ നമ്മൾ ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആക്ച്വലി ഈ ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ കടത്തി വെച്ചൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലൊരു ആക്സിയൽ പൊസിഷൻ, താഴെയും ഒരു ആക്സിയൽ പൊസിഷൻ. ഇനി ഇവിടെ 2 ടൈപ്പ് ഓഫ് ബോണ്ട് ആംഗിൾ ഉണ്ട്. ആക്സിയൽ പൊസിഷനും ഇക്വറ്റോറിയൽ പൊസിഷനും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇക്വറ്റോറിയൽ പൊസിഷൻസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ബോണ്ട് ആംഗിൾ ആണ് വരുന്നത്. ആക്സിയലും ഇക്വറ്റോറിയലും തമ്മിലുള്ള ബോണ്ട് ആണെങ്കിൽ 90 ഡിഗ്രി, 2 ഇക്വറ്റോറിയൽ പൊസിഷൻസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ആൻഡ് എക്സാമ്പിൾ ഈസ് PF5, PCl5, etc. And the shape is trigonal bipyramidal. And the last one is AX6. അപ്പോൾ 6 ആറ്റംസ് ആയിട്ട് ബോണ്ടഡ് ആണ് സെൻട്രൽ ആറ്റം ആയിട്ടുള്ള എ. ആൻഡ് ദ ഷേപ്പ് ഈസ് ഒക്ടാഹിഡ്രൽ. ഒക്ടാഹിഡ്രൽ ആണ്. അപ്പോൾ സെൻട്രൽ ആറ്റം എ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ മുകളിലും താഴെയും പിന്നെ 4 കോർണേഴ്സിലും എക്സ് എന്ന് പറയുന്ന ആറ്റം ഉണ്ടായിരിക്കും. ഇവിടെ പിന്നെ സെയിം ബോണ്ട് ആംഗിൾ ആണ്. ഏത് ബോണ്ട് ആംഗിൾ മെഷർ ചെയ്താലും 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് SF6. അപ്പോൾ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം ഡസ് നോട്ട് ഹാവ് ലോൺ പെയർ. ലോൺ പെയർ ഇല്ലാത്ത കാറ്റഗറിയാണ്. അതിനെ നമ്മൾ 5 ആക്കി ഡിവൈഡ് ചെയ്തു. AX2 ലീനിയർ ഷേപ്പ്, AX3 ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ്, AX4 ടെട്രാഹിഡ്രൽ ഷേപ്പ്, AX5 ട്രൈഗണൽ ബൈ പിരമിഡൽ ആൻഡ് AX6 അതിനെ നമ്മൾ ഒക്ടാഹിഡ്രൽ എന്ന് പറയും. ചില ബുക്സിലൊക്കെ നിങ്ങൾ ഈ എക്സിന് പകരം ബി എന്നും കാണാം. അപ്പോൾ നമ്മൾ AB2, AB3, AB4, AB5, AB6 എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ്, സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഉള്ള കേസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് സപ്പോസ് എ ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്നത് അതിലേക്ക് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 ബി ആറ്റംസ് അതിലേക്ക് ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കിട്ടുക ലീനിയർ ഷേപ്പാണ്. അപ്പോൾ 2 ആറ്റംസ്, ബി എന്ന് പറയുന്ന 2 ആറ്റംസ് ഉണ്ട്. അത് രണ്ടും അതിലേക്ക് ബോണ്ടഡ് ആണ്. ബോണ്ടഡ് ആയി കിടക്കുന്നത് 2 എണ്ണം. ലോൺ പെയർ എന്ന് പറയുന്ന സംഭവം ഇല്ല, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഈസ് ലീനിയർ. എ ഈസ് സെൻട്രൽ ആറ്റം ആൻഡ് ബി എന്ന് പറയുന്നത് 2 ബോണ്ടഡ് ആറ്റം. എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നെക്സ്റ്റ് AB3. AB3 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ട്രയാഗണൽ പ്ലാനാർ ആണ് ആക്ച്വൽ ഷേപ്പ്. അവിടെ B3 3 ബോണ്ടഡ് ആറ്റമാണ്. ലോൺ പെയർ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ 3 ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്ത ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും. അപ്പോൾ 3 ബോണ്ടഡ് ആറ്റം ഉണ്ട്, ലോൺ പെയർ ഇല്ല. 3 ബോണ്ട് പെയർ ആണ് ഇതിലുള്ളത്. 3 ബോണ്ട് പെയർസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പാണ് കിട്ടുക. അതിൻ്റെ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു BF3, അതേപോലെ തന്നെ BCl3 എക്സെട്ര. ഇതൊക്കെ ഇതിൻ്റെ ഷേപ്സ്, ഈ ഷേപ്പിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇതിൽ തന്നെ ലോൺ പെയർ വരികയാണെന്ന് വിചാരിക്കുക. AB2E എന്ന് വിളിക്കാം. ഇ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോൺ പെയറിനെയാണ്. അപ്പം 3ാമത്തെ ബിക്ക് പകരം ഇവിടെ ഇ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം 2 ബോണ്ട് പെയറും ഉണ്ട്, 1 ലോൺ പെയറും ഉണ്ട്. അതാണ് AB2E കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 3ാമത്തെ ബിക്ക് പകരം നമ്മളൊരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലേക്കുള്ള ലോൺ പെയർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ബെൻഡ് ഷേപ്പാണ് കിട്ടുക. എക്സാമ്പിൾ ഈസ് NO2 മൈനസ് ഈ ഒരു എക്സാമ്പിളാണ്, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓസോണ്, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ ഈ ഒരു കാറ്റഗറീൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് AB4 കാറ്റഗറി. AB4 നോർമൽ കണ്ടീഷനിൽ ലോൺ പെയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതിനെ ടെട്രാഹിഡ്രൽ എന്ന് വിളിക്കാം. 4 ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ 0 ആണെങ്കിൽ ടെട്രാഹിഡ്രൽ ആണ്. എക്സാമ്പിൾ ഈസ് CH4. ഇനി അതിലേക്ക് 1 ലോൺ പെയർ വന്നു എന്ന് വിചാരിക്കുക. അപ്പം 4ാമത്തെ ബിക്ക് പകരം നമ്മൾ ഇ എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ AB3E കാറ്റഗറി എന്ന് വിളിക്കാം.
അങ്ങനെയാണെങ്കിൽ 3 ബോണ്ട് പെയറും ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പം നമ്മൾ ഒരു ബോണ്ട് പെയറിന് പകരം ഇവിടെ ലോൺ പെയർ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുക ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് എന്നാണ്. NH3 NF3 അതൊക്കെ ഈ ട്രയഗണൽ പിരമിഡൽ ഷേപ്പിലാണ് വരിക. ഈ നൈട്രജൻ്റെ മുകളിൽ ഒരു ലോൺ പെയർ ആണ് നിൽക്കുന്നത്. അപ്പോൾ NH3 NF3 ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് AB2 E2, അവിടെ 2 ബിക്ക് പകരം 2 ഇ ആണ് വരുന്നത്. അതിൻ്റെ അർത്ഥം 2 ബോണ്ട് പെയറും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ബിക്ക് പകരം നമ്മൾ ലോൺ പെയേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിനെ നമ്മൾ ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. കാരണം ഈ ഒരു ഷേപ്പേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബെൻഡ് ഷേപ്പ്. ബാക്കി 2 ബിക്കും പകരം അവിടെ ലോൺ പെയർ ആണ് വരുന്നത്. എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ ഇതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ കാറ്റഗറീനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്. AB5 നോർമൽ കണ്ടീഷനിൽ AB5 ആണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ്, ലോൺ പെയർ ഇല്ലാത്ത കേസാണെങ്കിൽ. അതാണ് ഈ 5ഉം ബോണ്ട് പെയറാണ്, 0 ലോൺ പെയർ ആണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. എക്സാമ്പിൾ PCl5 എന്ന് പഠിച്ചു നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു ലോൺ പെയർ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AB4E എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. AB4E അതിൽ 4 ബോണ്ട് പെയറും ഒരു എന്ന് കാണുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലോൺ പെയറിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുക സീസോ ഷേപ്പ് എന്നാണ്. സീസോ ഷേപ്പ്, ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു സീസോൻ്റെ പോലത്തെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. അപ്പോൾ AB4E എന്ന് പറയുന്നത് സീസോ ഷേപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇനി AB3E2 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും, 3 and 2 ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പിൽ ഈ 2 പൊസിഷൻസിൽ നമ്മൾ ലോൺ പെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു T ഷേപ്പ് കിട്ടും. ക്യാപിറ്റൽ ലെറ്റർ T ചെരിച്ച് വെച്ച പോലത്തെ ഒരു ഷേപ്പാണ് ഇവിടെ വരുന്നത്. ക്യാപിറ്റൽ ലെറ്റർ T എഴുതി വെച്ച് അത് ചെരിച്ച് വെച്ച പോലെയാണ് ഇത് ഇവിടെ തോന്നുന്നത്. അതിനെയാണ് നമ്മൾ T ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ ഈസ് ClF3 ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് AB2E3, അവിടെ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷൻസിൽ 3 സ്ഥലത്തും നമ്മൾ ലോൺ പെയർ കൊടുത്തു. ആക്സിയൽ പൊസിഷൻസിൽ നമ്മളെ ബോണ്ട് പെയറും വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ലീനിയർ ഷേപ്പ് എന്ന് വിളിക്കാം. കാരണം ഇത്രയാണ് ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഇപ്പുറത്തുള്ള സൈഡിലെ ഇക്വറ്റോറിയൽ പൊസിഷൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ലീനിയർ ഷേപ്പാണ് വരുന്നത്. എക്സാമ്പിൾ ഈസ് XeF2 ആണ് ആ ഒരു കാറ്റഗറീൻ്റെ എക്സാമ്പിൾ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് AB6. അത് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ലോൺ പെയർ ഇല്ലെങ്കിൽ ഒക്ടാഹിഡ്രൽ സ്ട്രക്ചർ എന്നാണ് അതിനെ വിളിക്കുക എന്ന് പഠിച്ചു. അപ്പോൾ അവിടെ 6 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ആണ് ഉള്ളത്. ഇനി ഈ ഷേപ്പിന് നമ്മൾ SF6 ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്നും പഠിച്ചു. ഒക്ടാഹിഡ്രൽ ഷേപ്പ്, ആക്സിയൽ പൊസിഷൻസിൽ 2 B വരും, ബാക്കി 4 കോർണേഴ്സിലും 4 B വരും. ഇനി ഇവിടെ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു ബിക്ക് പകരം ഒരു ലോൺ പെയർ വന്നു. അപ്പോൾ നമുക്കിതിനെ AB5E എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് 5 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. അപ്പോൾ നമ്മൾ ഈ ഒക്ടാഹിഡ്രൽ പൊസിഷനിൽ ഈ ഒരു താഴത്തുള്ള ആക്സിയൽ പൊസിഷനിൽ നമ്മൾ ലോൺ പെയറിനെ പ്ലേസ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഷേപ്പിനെയാണ് നമ്മൾ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ബേസ്, അതിൻ്റെ മുകളിലൊരു പിരമിഡ് വരച്ചിട്ട പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് എന്ന് വിളിക്കും. എക്സാമ്പിൾ BRF5 ആണ് ഈ ഒരു കാറ്റഗറീൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് AB4E2. AB4E2ൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരും. അതാണ് 4 and 2 എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ആക്സിയൽ പൊസിഷൻസിലും ലോൺ പെയറിനെ പ്ലേസ് ചെയ്തു ആൻഡ് 4 കോർണേഴ്സിലും നമ്മൾ ബോണ്ട് പെയറിനെ പ്ലേസ് ചെയ്തു. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ സ്ക്വയർ പ്ലാനാർ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ ഷേപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്ക്വയർ ഷേപ്പ് കിട്ടി, അതിനെ വിളിക്കുക സ്ക്വയർ പ്ലാനാർ ഷേപ്പ് എന്നാണ്. അപ്പോൾ XeF4 ആണ് ഈ ഒരു കാറ്റഗറീൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ലോൺ പെയർ ഉള്ള എക്സാമ്പിൾസ് ഒന്നും കൂടി നോക്കാം. അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മോളിക്യൂൾസാണ് വരിക എന്ന് നോക്കാം. നമ്മൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. AB2
ലീനിയർ ഷേപ്പ് എന്ന് പഠിച്ചു വയ്ക്കുക. AB3 ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് എന്ന് പഠിച്ചു വയ്ക്കുക. AB2E ബെൻഡ് ഷേപ്പ് എന്ന് പഠിച്ചു വയ്ക്കുക. AB4 ടെട്രാഹിഡ്രൽ. AB3E ആണെങ്കിൽ ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ്. AB2E2 ആണെങ്കിൽ ബെൻഡ് ഷേപ്പ്. നെക്സ്റ്റ് AB5 ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. AB4E സീസോ ഷേപ്പ്. AB3E2 T ഷേപ്പ്. AB2E3 ലീനിയർ ഷേപ്പ്. AB6 ഒക്ടാഹിഡ്രൽ. AB5E സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. AB4E2 സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറിയും ഷേപ്പും പഠിച്ചു വെക്കണം. കാരണം നമ്മൾ ഈ ഒരു തിയറി വെച്ചിട്ട് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ടൈപ്പാണെന്നേ കിട്ടുള്ളൂ. AB6 ആണോ അല്ലെങ്കിൽ AB5E ആണോ അങ്ങനെ കിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ഷേപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ആ ടൈപ്പും പഠിച്ചു വെക്കണം. ആ ടൈപ്പ് വെച്ചിട്ട് ഏത് ഷേപ്പാണ് വരിക എന്നുള്ളതും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് പ്രെഡിക്ഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം.